ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. ഇന്നെല്ലാവർക്കും ഇല്ലുസ്ട്രേറ്ററിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെൻസിൽ ടൂൾ കാറ്റഗറിയിൽ വരുന്ന ഒരു പറ്റം ടൂൾസിനെ കുറിച്ചാണ്. ഞാനിവിടെ ഇല്ലുസ്ട്രേറ്റർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു ക്യാൻവാസ് അല്ലെങ്കിൽ ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൂൾ ബോക്സ് അല്ലെങ്കിൽ ടൂൾ ബാറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു പറ്റം പെൻസിൽ കാറ്റഗറിയിൽ വരുന്ന ടൂൾസ്. ഈ ടൂൾസിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അതിൽ ഷേപ്പർ ടൂള്, ഷിഫ്റ്റ് എൻ ആണ് ഷോർട്ട് കട്ട് വരുന്നത്. പെൻസിൽ ടൂള്, സ്മൂത്ത് ടൂള്, പാത്ത് ഇറേസർ ടൂള്, ജോയിൻ ടൂള്, ഇത്ര ടൂൾസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ ടൂളിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഷേപ്പർ ടൂൾ പേര് പോലെ തന്നെ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും വരയ്ക്കാം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നീറ്റ് ആയിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ നമ്മൾ ഇറഗുലർ ആയിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, വളരെ ഇറഗുലർ ആയിട്ട് പ്രത്യേകിച്ച് നല്ലൊരു ഷേപ്പ് ഒന്നും ആയിരിക്കില്ല നമ്മൾ വരയ്ക്കുന്നത്. ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ പോലും നമുക്ക് തെറ്റിപ്പോവാറുണ്ട്. അതിപ്പോ നമ്മളൊരു പേപ്പറിൽ ഒരു സർക്കിൾ വരയ്ക്കുമ്പോഴും കറക്റ്റ് ആയിട്ട് ഒരു സർക്കിൾ നമുക്ക് വരച്ചെടുക്കാൻ പറ്റില്ലല്ലേ. അപ്പൊ ഈ ഒരു ടൂളിന്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കാം. ഞാൻ ആ ഒരു ടൂൾ സെലക്ട് ചെയ്യാണ്. ജസ്റ്റ് ഇത് ഞാൻ സർക്കിൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സർക്കിൾ ആണെന്ന് ഞാൻ മാത്രമേ പറയൂ, കാരണം വളരെ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. പക്ഷെ ഈ ഒരു ടൂൾ വെച്ച് ഞാൻ വരച്ചതിന് ശേഷം മൗസ് ഒന്ന് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ നീറ്റായിട്ട് വൃത്തിയുള്ള ഒരു സർക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ടൂളിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ജോമെട്രിക് ഷേപ്സ് ഒക്കെ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചിട്ട് ഉപയോഗിക്കാം. ഇറഗുലർ ആയിട്ട് വരയ്ക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇല്ലുസ്ട്രേറ്റർ ഇത് ഒരു ഗെസ്റ്ററിലൂടെയാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇറഗുലർ ആയിട്ടുള്ള ഷേപ്സ് വരയ്ക്കുമ്പോൾ. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ ഒരു സർക്കിൾ പോലത്തെ എന്തോ അവിടെ വരയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു ഗെസ്റ്റർ കാണുമ്പോഴാണ് സോഫ്റ്റ്വെയർ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് സർക്കിൾ ആയിട്ട് തരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ റെക്ടാങ്കിൾ പോലത്തെ എന്തോ അവിടെ വരയ്ക്കുന്നുണ്ടെന്ന് സോഫ്റ്റ്വെയർ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എനിക്കൊരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് തരും. അതായത് ഗെസ്റ്റർ അനുസരിച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തത്. നേരെ മറിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു സാധനം വളരെ ഇറഗുലർ ആയിട്ട് സോഫ്റ്റ്വെയറിൽ പോയിട്ട് നിങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ വരച്ചു കഴിഞ്ഞാൽ കണ്ടോ ഔട്ട്പുട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നില്ല. അപ്പൊ ഈ ഒരു ടൂളിന്റെ പ്രത്യേകത അതാണ്, നമ്മൾ ഗെസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ടൂൾ പ്രവർത്തിക്കുന്നത്. കൂടാതെ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ജോമെട്രിക് ഷേപ്സ് ഒക്കെ വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ടൂളിന് മറ്റുള്ള പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. നമുക്ക് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ നിങ്ങൾക്ക് കാണിക്കില്ല. ആകെയുള്ളത് പ്രോപ്പർട്ടീസ് വിൻഡോസിൽ കാണിക്കുന്ന ഫില്ല്, സ്ട്രോക്ക്, ഒപ്പാസിറ്റി ഈ ഓപ്ഷൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്ട്രോക്കിന്റെ കളർ മാറ്റിയും ഫില്ലൊക്കെ ചെയ്തിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്ഷണൽ മെനു ബാറിൽ കാണിക്കുന്ന കുറച്ച് ഓപ്ഷൻസും നമുക്ക് നോർമൽ ആയിട്ട് എല്ലാ ടൂൾസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫില്ല്, സ്ട്രോക്ക് അതുപോലുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ടൂൾ ഒന്ന് വരച്ചു നോക്കിയിട്ടേ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയട്ടോ, എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ടെന്ന്. ഓക്കെ, അപ്പൊ ഞാനിവിടെ Ctrl+A അമർത്തി ഓൾ സെലക്ട് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ബട്ടൺ അമർത്തി ഡിലീറ്റ് ചെയ്യാണ്. Ctrl+0 അമർത്തി ഫിറ്റ് ഓൺ സ്ക്രീൻ ആക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൂള് പഠിക്കാം. പെൻസിൽ ടൂള്, എൻ ആണ് ഷോർട്ട് കട്ട്. പെൻസിൽ ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഷ് ടൂളൊക്കെ പോലെ തന്നെയാണ്. ഇപ്പൊ ഒരു പെൻ ടൂൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ടോ ഒക്കെയാണ് നമ്മൾ സാധാരണ ഒരു ലൈനൊക്കെ വരയ്ക്കാറില്ലേ. അല്ലെങ്കിൽ ഈ ഒരു ടൂൾസ് ഒക്കെ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പെൻസിൽ ടൂള് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനത് അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് പാടാണ് നമുക്ക് ഉപയോഗിച്ച് കിട്ടാന്നുള്ളത് മൗസിലൊക്കെ. പക്ഷെ പെൻ ടാബ് ഉള്ള അല്ലെങ്കിൽ പെൻ ടാബ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ സ്കെച്ച് ചെയ്തെടുക്കാനും ചിത്രം വരയ്ക്കാനൊക്കെ ഈ ഒരു ടൂൾ ഉപയോഗപ്പെടാറുണ്ട്. ഇവിടെ ഞാൻ പെൻസിൽ ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എൻ ആണ് ഷോർട്ട് കട്ട്. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എന്തെങ്കിലും വരയ്ക്കാൻ അല്ലെങ്കിൽ ഒരു പാത്തിനെ എഡിറ്റ് ചെയ്യാനൊക്കെ ഈ പെൻസിൽ ടൂൾ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ലൈൻ നേരെ ഇങ്ങനെ വരയ്ക്കാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ആ ലൈൻ വളരെ സ്മൂത്തനായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. നേരെ മറിച്ച് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെഡിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ന്യൂട്രൽ പൊസിഷനിലാണ് വാല്യൂ എടുക്കുന്നത്. ഞാൻ ആക്യുറേറ്റിലേക്ക് മാറ്റിയതിനു ശേഷം ഓക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഞാൻ ആ ഒരു ലെവലിൽ തന്നെ വരയ്ക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ വരച്ച ആ ഒരു ലൈന് വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്മൂത്തനൊന്നും ചെയ്തിട്ടില്ല. കർവ്സ് ഒക്കെ കാണാം, ആ ഒരു ബെൻഡിങ്ങും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയുണ്ട്. നേരെ മറിച്ച് നമുക്ക് വീണ്ടും ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് സ്മൂത്തിലേക്ക് ഇടാം. വളരെ സ്മൂത്ത്, അതായത് ഇതിന്റെ ഏറ്റവും ഹൈ ഓപ്ഷൻ ആണ്
നമുക്ക് ഓക്കെ കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ വീണ്ടും ഞാൻ ആ ഒരു കർവ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വരയ്ക്കുകയാണ്. ഇനി ഞാൻ മൗസ് റിലീസ് ചെയ്യുമ്പോൾ നോക്കാം, കണ്ടോ ഒരു ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വന്നു. പെൻസിൽ ടൂൾ ഓപ്ഷൻസിൽ ഫെഡിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈൻസിനെ വളരെ സ്മൂത്ത് ആക്കാനും ആക്യുറേറ്റ് ആക്കാനും ഒക്കെ പറ്റും. അപ്പൊ നമ്മുടെ പർപ്പസ് അനുസരിച്ചാണ്. ഇതിന് റഫ് ആയിട്ടൊക്കെ സ്കെച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടാണ് കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ ഔട്ട്ലൈൻ മാത്രം കുറച്ചും കൂടി ഫൈൻ ആയിട്ട് ഔട്ട്ലൈൻ ഇടാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്മൂത്ത് ഓപ്ഷനിലൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂട്രലിലൊക്കെ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഓൾ സെലക്ട് ചെയ്തതിനു ശേഷം സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് എല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്യാണ്. Ctrl+0 അമർത്തി ഫിറ്റ് ഓൺ സ്ക്രീൻ ആക്കി. ഇനി ഞാൻ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ലൈൻ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഏതൊരു ടൂൾ എടുത്താലും അതിന്റെ ഓപ്ഷൻസ് ഓപ്ഷണൽ മെനു ബാറിൽ കാണും. അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടീസിലും അതിന്റെ അപ്പിയറൻസിലുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ഓപ്ഷൻസ് കാണാം. സ്ട്രോക്ക്, ഫില്ല്, ഒപ്പാസിറ്റി അങ്ങനത്തെ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷണൽ മെനു ബാറിലും അതേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഇതിന്റെ സ്ട്രോക്ക് ഒന്ന് കൂട്ടിയെടുക്കുന്നുണ്ട്. സ്ട്രോക്ക് കൂട്ടുമ്പോൾ കാണാം നിങ്ങൾക്ക് ഇവിടെ പാത്ത് സെലക്റ്റഡ് ആണല്ലേ, അതായത് സെലക്ഷൻ എനബിൾ ആയിട്ട് എടുക്കുകയാണ്. ഞാനിത് വരച്ചിട്ടും അതിന്റെ സെലക്ഷൻ വരച്ച് കഴിഞ്ഞതിന് ശേഷം അതിന്റെ സെലക്ഷൻ പോയിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ സെലക്ഷൻ പോയിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വന്നിട്ട് ഇതിൽ കളർ ചേഞ്ച് ചെയ്യാനും സ്ട്രോക്സ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ബ്രഷ് ഡെഫിനീഷൻസിൽ വന്നിട്ട് ബ്രഷിന്റെ ക്യാരക്ടർ മാറ്റാനും ഒക്കെ നമുക്ക് പറ്റും. നേരെ മറിച്ച് ഇത് ഓൾറെഡി സെലക്റ്റഡ് അല്ല എന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, കീപ് സെലക്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഞാൻ അത് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇനി ഞാൻ വരയ്ക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം സെലക്ഷൻ ഡിസേബിൾ ആയില്ലേ. അപ്പൊ സെലക്ഷൻ ഡിസേബിൾ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇതിനെ സെലക്ട് ചെയ്തിട്ട് വേണം ഇതിൽ ചേഞ്ചസ് വരുത്താൻ. അപ്പൊ എന്തിനാണ് ഈ കീപ് സെലക്റ്റഡ് അല്ലെങ്കിൽ ഈ കീപ് സെലക്റ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഞാൻ ജസ്റ്റ് അത് ഓൺ ചെയ്തതിനു ശേഷം കാണിച്ചു തരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ വരച്ചപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഇതിന്റെ ക്യാരക്ടേഴ്സിൽ മാറ്റണമെങ്കിൽ അത് കളർ ആവാം, ബ്രഷ് ഡെഫിനേഷൻ ആവാം, സ്ട്രോക്ക് ആവാം, എന്തും ആവാം. മാറ്റണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സെലക്ട് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഈ പാത്തിന്റെ മുകളിലൂടെ വരച്ച് നമുക്ക് വീണ്ടും ലൈൻസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ ഞാൻ ഈ സെലക്ഷൻ ടൂൾ എടുത്ത് കണ്ടോ, ഇതൊരു സിംഗിൾ പാത്ത് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നേരെ മറിച്ച് ഇത് സെലക്റ്റഡ് അല്ല. ഇപ്പൊ ഈ കാണുന്നത് സെലക്റ്റഡ് അല്ല. ഞാൻ ഈ ടൂൾ വെച്ചിട്ട് ഈ എഡിറ്റ് സെലക്റ്റഡ് പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് ഞാനിത് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്, രണ്ടും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ പാത്തുകളായിട്ട് മാറി. അത് ഒരുമിച്ച് വരണം അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ പാത്തായിട്ട് വരണമെങ്കിൽ നമ്മുടെ ടൂൾ ഓപ്ഷൻസിൽ എഡിറ്റഡ് സെലക്റ്റഡ് പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനബിൾ ആയിരിക്കണം. ഒപ്പം കീപ് സെലക്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും എനബിൾ ആയിരിക്കണം. കാരണം കീപ് സെലക്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ പാത്ത് വിസിബിൾ ആയിട്ട് കാണുള്ളൂ, ആങ്കർ പോയിന്റ്സും കാര്യങ്ങളൊക്കെ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എഡിറ്റ് സെലക്റ്റഡ് പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഓൾ സെലക്ട് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്യാം. ഇനി ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്യാപിറ്റൽ ലെറ്റർ L എടുക്കുകയാണ്. ഓക്കെ, ഇത് കുക്കി റെഗുലർ എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ്. എനിക്ക് ഈ ഫോണ്ടിനെ കസ്റ്റമൈസ് ചെയ്യണം, അതായത് ഇതിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ ഒക്കെ വരുത്തി വേറൊരു രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫോണ്ടിന്റെ സൈസ് ഒന്ന് കൂട്ടുന്നുണ്ട്, ഒരു 400 ആക്കാം. ഇതിപ്പോ ഒരു ഫോണ്ട് ആയിട്ടാണ് എടുക്കുന്നത്. ഇതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് മാറണം. അതിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ മെനു ബാറിൽ ഒബ്ജക്റ്റിൽ വന്നിട്ട് എക്സ്പാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഓപ്ഷൻ സെലക്റ്റഡ് ആണെങ്കിൽ മാത്രം, അതായത് നമ്മളുടെ ആ ഫോണ്ട് സെലക്റ്റഡ് ആണെങ്കിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇപ്പൊ സെലക്ഷൻ കൊടുത്തില്ല എന്ന് വിചാരിക്കാം, ആ ഒരു ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ ആ ഓപ്ഷൻസ് ഒക്കെ ഡിസേബിൾ ആയിട്ട് എടുക്കുന്നുണ്ടാവും. അപ്പൊ സെലക്ട് ചെയ്തതിനു ശേഷം വേണം ഒബ്ജക്റ്റിലേക്ക് പോയിട്ട് എക്സ്പാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ. അപ്പൊ ഒരു ചെറിയൊരു പോപ്പപ്പ് വിൻഡോ വന്നിട്ടുണ്ട്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത്, ഒബ്ജക്റ്റ് ആക്കി മാറ്റുന്നുണ്ട്. കൂടാതെ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, കളർ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനും എനബിൾ ആവുന്നുണ്ട്. ഓക്കെ കൊടുക്കാം. അപ്പൊ ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് മാറി, ഫോണ്ടിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറി. ഇനി നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓരോ ഭാഗങ്ങൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ,
ഇനി നമുക്ക് പെൻസിൽ ടൂൾ എടുത്തതിന് ശേഷം ആദ്യം ഇത് സെലക്ട് ചെയ്യുക, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം എന്നിട്ട് ഒന്ന് സൂം ചെയ്യുക. സൂം ചെയ്തതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പെൻസിൽ ടൂൾ എടുത്തതിന് ശേഷം ഈ ഒരു പാത്തിൽ നിന്നും ഞാൻ ഇതിനിങ്ങനെ വരച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. അത് നിങ്ങൾക്ക് കാണാം, ഞാൻ അതിനെ വരച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടൂൾ ഓപ്ഷൻസിൽ എഡിറ്റഡ് പാത്ത് സെലക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ എഡിറ്റഡ് സെലക്ടഡ് പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആണ്. അതുകൊണ്ടാണ് അതിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്. നേരെ മറിച്ച് അത് ഓഫ് ആണെങ്കിൽ, ഇപ്പൊ ഞാൻ അൺഡു ചെയ്യാണ്, നേരെ മറിച്ച് ഓഫ് ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, ആണോ, ജസ്റ്റ് ഒരു സ്ട്രോക്ക് പോലും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു പാത്ത് മാത്രമേ നമുക്ക് കാണിക്കുന്നുള്ളൂ. അതുകൂടാതെ ആ ഒരു നമ്മൾ ഒബ്ജക്റ്റ് ആക്കി ഫോണ്ടിനെ ഒബ്ജക്റ്റ് ആക്കിയതിന്റെ കൂടെ ഒരിക്കലും ലയിച്ച് ചേരുന്നുമില്ല. അപ്പൊ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ഓപ്ഷൻസ് എഡിറ്റ് സെലക്ടഡ് പാത്ത് എന്ന ഓപ്ഷൻ ഓൺ ആക്കി ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, ഈ ഒരു ആങ്കർ പോയിന്റിൽ നിന്ന് വരച്ച് ഞാൻ ചേർത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്കൊരു ഫോണ്ടിനൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ആ കാറ്റഗറിയിൽ വരുന്ന അടുത്ത ടൂൾ നമുക്ക് പരിചയപ്പെടാം, സ്മൂത്ത് ടൂള്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ മിനുസപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു ടൂളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പാത്ത് വരച്ചു കഴിഞ്ഞാലും നമുക്ക് അതിനെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി സ്മൂത്തൺ ആയിട്ട് നമുക്ക് കിട്ടും. ഞാൻ പെൻസിൽ ടൂൾ എടുത്തിട്ട് പെൻസിൽ ടൂളിന്റെ ഫെഡിലിറ്റി ഓപ്ഷൻ ആക്യുറേറ്റിലേക്ക് ഇടുകയാണ്. ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈൻ വരച്ചതിന് ശേഷം സ്മൂത്ത് ടൂൾ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ഫുൾ പാത്ത് മാത്രമാണല്ലേ കാണുന്നത്. ഞാൻ അതിനൊരു സ്ട്രോക്ക് കളർ കൊടുക്കാം. ഓക്കെ, ഇനി സ്മൂത്ത് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഈ പാത്തിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഈ പാത്തിലൂടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ പാത്തിനെ മിനുസപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ബെൻഡായി നിൽക്കുന്ന പാത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ ഒന്ന് മിനുസപ്പെടുത്തി മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. ഞാൻ ഈ ഒരു ടൂള് ലോഗോ ഒക്കെ ചെയ്യുമ്പോൾ, അതായത് ഫ്രീ ഹാൻഡ് ആയിട്ട് ചില ലോഗോസ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ മല്ലു ട്രാവലറിന്റെ ഒരു ലോഗോ ചെയ്തിരുന്നു. ആ ലോഗോന്റെ ഇല്ലുസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതായത് നമ്മൾ പെൻ ടൂൾ കൊണ്ട് ലോഗോ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ആദ്യം പേപ്പറിൽ ഇങ്ങനെ സ്കെച്ച് ചെയ്യും, പിന്നെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇല്ലുസ്ട്രേറ്ററിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് പെൻ ടൂൾ വെച്ചിട്ട് സ്കെച്ച് ചെയ്യുക. ആ സ്കെച്ച് ചെയ്യുന്ന ടൈമിൽ ചില ഭാഗങ്ങൾ നമുക്ക് വരച്ച അതേ ഫീല് കിട്ടണം. കാരണം പെൻ ടൂൾ കൊണ്ട് വരയ്ക്കുമ്പോൾ നല്ല ആക്യുറേറ്റ് ആയിട്ടാണ് വരാം. അപ്പൊ ആ വരച്ച ആ ഒരു ഫീൽ, ഒരു ഫ്രീ ഹാൻഡ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ചില പോർഷൻസ് ഒക്കെ നമ്മളിങ്ങനെ സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലോഗോ വരയ്ക്കുമ്പോൾ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് സ്മൂത്തൻ എന്ന് പറഞ്ഞ ടൂള്. നിങ്ങൾ ഈ ഒരു ടൂള് പരീക്ഷിച്ച് നോക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കാം, ഈ ഒരു പോർഷൻസിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഈ ഒരു ഭാഗം പ്രോപ്പറായിട്ട് നമുക്ക് വന്നിട്ടില്ല, ഈ ഒരു പോർഷൻ. ബാക്കിയെല്ലാം ഏകദേശം നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരച്ചതെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ആ ഒരു പോർഷൻ നമുക്ക് സ്മൂത്തൻ ചെയ്യണം. ഇത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ കൊടുത്ത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഈ സ്മൂത്തൻ ടൂൾ എടുക്കുകയാണ്. എന്നിട്ട് ആ ഭാഗത്തെ പാത്തിലൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇനി നോക്കാം, കണ്ടോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പിനെ നമുക്ക് ബെറ്റർ ആക്കി തന്നു. ഈ ഒരു ടൂൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കൺട്രോൾ ചെയ്യാൻ സെലക്ട് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ടൂളാണ് പാത്ത് ഇറേസർ ടൂൾ. പേര് പോലെ തന്നെ പാത്തിനെ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു റെക്ടാങ്കുലർ ടൂൾ എടുത്തതിനു ശേഷം ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്നുണ്ട്. ഇതിലെ ഫില്ല് ഓഫ് ചെയ്യുന്നുണ്ട്. സ്ട്രോക്കിന്റെ കളർ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. സ്ട്രോക്കിന്റെ സൈസും കൂട്ടിയെടുക്കുന്നുണ്ട്. ഇനി പാത്ത് ഇറേസർ ടൂൾ എടുക്കുക. പാത്ത് ഇറേസർ ടൂളിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മളൊരു ലൈനോ അതേപോലത്തെ ഒരു ഷേപ്പോ എന്തോ ആവട്ടെ അതിന്റെ പാത്തിന്റെ മുകളിലൂടെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്തിനെ നമുക്ക് ഇറേസ് ചെയ്ത് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത്ര പോർഷനിലെ പാത്ത് ആവശ്യമില്ല, ഞാൻ വരച്ചതിന് ശേഷം മൗസ് റിലീസ് ചെയ്യാണ്. കണ്ടോ, അത്ര പോർഷൻ നമുക്ക് ഇറേസ് ചെയ്ത് കിട്ടി, അത്ര പാത്ത് അല്ലെങ്കിൽ അത്ര ഭാഗത്ത് ആ സ്ട്രോക്കിനെ നമ്മൾ ഇറേസ് ചെയ്തു. ഈ ഒരു ടൂളും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ലോഗോ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗപ്പെടാറുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൂൾ പരിചയപ്പെടാം, ജോയിൻ ടൂൾ. പേര് പോലെ തന്നെ രണ്ട് പാത്തുകളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ, അതായത് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്.
കൂടാതെ നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന ചില പാത്തുകൾ ഉണ്ടാവും, അതിനെ ട്രിം ചെയ്യാനും ഈ ഒരു ടൂള് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഒരു പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാനൊരു സ്ട്രോക്ക് കൊടുത്തു, ഇവിടെ നിന്ന് വീണ്ടും ഞാനൊരു സ്ട്രോക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം ഇത് രണ്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രണ്ട് പാത്തുകളാണ്. ഈ രണ്ട് പാത്തുകളും സെപ്പറേറ്റഡ് ആണല്ലേ. ഇതൊരൊറ്റ പാത്താക്കി എനിക്ക് മാറ്റണം, അതായത് ഇവിടെ നിന്ന് എനിക്ക് ജോയിൻ ചെയ്യിക്കണം, ഒരുമിപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഈ ഒരു ടൂള്. ഇത് ജോയിൻ ടൂൾ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാം ആ ഒരു പോർഷൻ ജോയിൻ ചെയ്തു. ഇത് നമുക്ക് നോക്കാം, കണ്ടോ, രണ്ടും ഒരൊറ്റ പാത്തായിട്ട് മാറ്റാൻ പറ്റി. ഓക്കെ, ഇനി എങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നത് ട്രിം ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് പെൻ ടൂൾ എടുത്തിട്ട് ഒരു ലൈൻ വരച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു പോർഷൻസ് ഇപ്പൊ ഞാൻ പെൻ ടൂൾ എടുത്തിട്ട് വരച്ച് കാണിച്ചു തരാം. ഇത് ഓവർലാപ്പ് ചെയ്ത പോർഷൻ ആണ് അല്ലെ. ഇതൊക്കെ നമുക്ക് ട്രിം ചെയ്യണം, അതായത് ഇറേസ് ചെയ്യുക, റിമൂവ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ട്രിം ചെയ്യുക. അപ്പൊ ആ ഒരു ഭാഗം ട്രിം ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ആ ഒരു ടൂൾ എടുക്കുക, ജോയിൻ ടൂൾ എടുത്തതിന് ശേഷം ആ ട്രിം ചെയ്യുന്ന പോർഷൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുക്കുക. എവിടെയാണ് ട്രിം ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ സർക്കിൾ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സർക്കിൾ വരയ്ക്കണം എന്നില്ല, അത് ഇങ്ങനെ വരച്ചാലും മതി. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യും. ഇതും ഞാൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ലോഗോ മേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ്. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ടെക്സ്റ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും, പോസ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ടെക്സ്റ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെൻ ടൂൾ കാറ്റഗറിയിൽ വരുന്ന ഇത്ര ടൂൾസ് നമ്മൾ പഠിച്ചു. ഷേപ്പർ ടൂള്, പെൻസിൽ ടൂള്, സ്മൂത്ത് ടൂള്, പാത്ത് ഇറേസർ ടൂള്, ജോയിൻ ടൂൾ, എല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. ശരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫ്ലോ കൂട്ടാൻ പറ്റിയ ടൂൾസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള കമന്റ്സോ ഡൗട്ട്സോ ഒക്കെ എൻ്റെ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.